ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലെറ്റ്ഷ്യൂർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്തണം എന്നത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അടുത്ത സെറ്റ് എക്സാം ഈ വർഷം ജൂലൈയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പണായ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലരും പല രീതിയിലായിരിക്കും അത് പഠിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ട പ്രിപ്പറേഷൻസ് നടത്തുക. അപ്പോൾ അതെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നും വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഏപ്രിൽ മാസം അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഇപ്പോൾ ജൂലൈയിൽ എക്സാം ഉണ്ടാവും എന്ന് പറയുമ്പോൾ മെയ്, ജൂൺ എന്നിങ്ങനെ 2 മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മെയ്, ജൂണിൽ 2 മാസം കൊണ്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അത് സാധിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന സംശയങ്ങളാണ് പ്രധാനമായും എല്ലാവർക്കും ഉള്ളത്. അതിനൊരു ഉത്തരമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലെറ്റ്ഷ്യൂർ അക്കാദമിയുടെ അടുത്ത ജൂലൈയിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയുള്ള റെഗുലർ ക്രാഷ് ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, വീഡിയോ ക്ലാസ്സുകൾ, യൂണിറ്റ് വൈസ് എക്സാമുകൾ, MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സീരീസ്, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ക്ലാസ്സുകളൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, 2 മാസം കൊണ്ട് സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും അതിന് കഴിയും എന്നുള്ളതാണ്. പക്ഷേ അതിന് ചില പ്രത്യേക മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരണം. നിങ്ങളുടെ പഠന രീതി ഇത്രയും നാൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ. ഇനിയുള്ള 2 മാസം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ സിലബസും, അതായത് സിലബസ് ഡൗൺലോഡ് ചെയ്ത് അത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ആദ്യം പറയുന്ന കാര്യമാണ് സിലബസ് വായിക്കുക, സിലബസിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക. അപ്പോൾ സിലബസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ധാരണയുള്ളത്, ഏതൊക്കെയാണ് തീരെ ധാരണയില്ലാത്തത്, ഏതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, സമയം കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു ധാരണ വരും. അപ്പോൾ അത് കഴിവതും പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. അതിനുശേഷം അതിനനുസൃതമായി നിങ്ങൾക്ക് 2 പേപ്പറിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഏത് പേപ്പറിനാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാവുന്നത്. ഇനി അറിയുന്ന കാര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ ചില ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ സ്വന്തം സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ലിസ്റ്റാക്കി വെക്കുക, അറിയാത്ത കാര്യങ്ങൾ ലിസ്റ്റാക്കി വെക്കുക. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അറിവ് നിങ്ങൾ നേടണം. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളായതുകൊണ്ട് നിങ്ങൾ ഇൻ്റർനെറ്റും ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉപയോഗപ്പെടുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന അധ്യാപകരോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളൊരു നോട്ട്സ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വലിയ നോട്ട്സ് തയ്യാറാക്കി വെക്കാൻ വേണ്ടി കഴിയണം. അതിനുശേഷം നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും തിരിച്ച് വരിക, അറിയുന്ന കാര്യങ്ങൾ വീണ്ടും ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിപ്പോഴും ഓർമ്മയുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ ഓർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണ്, ഇന്ന കാര്യത്തിൽ ഇന്ന ഒരു പോയിൻ്റ് നിങ്ങൾ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ട്, പക്ഷെ ചിലത് ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പോയിൻ്റിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ നേരത്തെ തയ്യാറാക്കിയ ഓർമ്മയില്ല അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ട അറിയാത്ത കാര്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ അറിയുന്ന കാര്യത്തിലും ചിലപ്പോൾ അതിലെ ചില ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് എഴുതാൻ മറന്നുപോയി, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ പഠിക്കാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ അറിയാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കൂടുതൽ കാര്യങ്ങൾ അറിയും തോറും നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ, ആ ലിസ്റ്റിലെ കാര്യങ്ങൾ ഒഴിവായി വരും. എന്നാൽ അതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഒരു ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും വായിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആദ്യം തയ്യാറാക്കിയ ലിസ്റ്റിൽ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾക്കറിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വായിച്ച് നോക്കണം. അതുപോലെ തന്നെയാണ്
നിങ്ങളറിയാത്തൊരു കാര്യം നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങളത് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുന്നു. അപ്പോൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ഇത് ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിൻ്റെയും ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും തിരിച്ചു വരിക, അല്ലെങ്കിൽ ഒരാഴ്ച പിന്നെ പഠിക്കാതിരിക്കുക, അങ്ങനെയല്ല. എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ ഓരോ ആഴ്ച കൂടുമ്പോൾ എങ്കിലും റിവിഷൻ ചെയ്യുക. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ 2 മാസം ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം വരുന്ന ജൂലൈ മാസം ആകുമ്പോഴേക്കും ഒരുപാടേറെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മ പുതുക്കിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചില സ്റ്റഡി ടിപ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു. ലിറ്റ്ഷൂർ അക്കാദമി പോലെ ഒരു കോച്ചിങ് സ്ഥാപനത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡീഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ പഠനത്തിൽ വരും. കാരണം നിങ്ങളുടെ റിവിഷൻ, നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സ്വന്തം അറിയാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപനം യൂണിറ്റ് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ നടത്തി അതിന് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് എന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് നടക്കും. പിന്നീട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ എപ്പോഴും ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും. വീഡിയോ ക്ലാസ്സുകളും PDF-ഉം അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ പല രീതിയിലുള്ള പല കാര്യങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അതിൻ്റെ ഓപ്ഷൻസുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാടേറെ കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ആ രീതിയിലാണ് ലിറ്റ്ഷൂർ അക്കാദമിയുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗമായി പഠിച്ചവർക്കും പഠിച്ചിറങ്ങിയവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ താല്പര്യമുള്ളവർ, ലിറ്റ്ഷൂർ അക്കാദമിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ, സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്ന നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.